ചിറകുന്നതിന് മനോഹരമായിരുന്നു. പ്രേമത്തിന്റെ ജന്മനാളെ ലോകം അറിയപ്പെടുന്നില്ല. എല്ലാ സാംസ്കാരിക നാടക പ്രസ്ഥാനങ്ങളുടെ ഈ പിന്തുണമാണ്. അമച്ചൂർ നാടകങ്ങളുടെ സർവസജ്ജനായിരുന്ന ആർട്ടിസ്റ്റുനായ പ്രൊഫസർ ജി ശങ്കരപിള്ള, ചിറയിൽ രാമകൃഷ്ണൻ നായർ, ഭരത് ഗോപി, മോഹൻദാസ്, ആര്യങ്ങൻ ജയചന്ദ്രൻ, ചിറയിൽ ഗോപി, ചിറയിൽ സതി, ചിറയിൽ സലാം, ഉണ്ണൂർ ഗോപി എന്നിവരുടെ എല്ലാം സംഭാവനകൾ ചിറയിലേക്കുള്ളതാണ്. മൺമറകളെ സ്മരിച്ചുകൊണ്ട് എന്നിലേക്ക് മറയുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുതലമുറയെ സ്വാഗതം ചെയ്തുകൊണ്ട് ചിറയിൽ ചൈതന്യ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന 5ാം നാടകം സഭയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. സംവിധായകൻ ശ്രീ KS ശിവകുമാർ ആശയന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. സ്നേഹതീയ ഭക്തജനങ്ങളുടെയും രാഷ്ട്രീയരുടെയും നാട്ടുകാരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ ഈ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യും. നാടകരചന KG നാദകുമാർ എന്നിവയും സംവിധാനം അബു ശ്രീ. പവിത്രവും പരിപാലനവുമായ ഈ കേന്ദ്രസമിതി ശിവരാത്രി അറിയിക്കാൻ ചേർക്കുക. നിങ്ങളേവർക്കും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ദൈവനാടകത്തിൽ 2 വാക്ക്. സജനങ്ങൾ മനുഷ്യജന്മം സർവേശ്വരന്റെ സരദാനമാണ്. ജന്മദിനത്തിൽ ഇടയിൽ വാർദ്ധക്യം എന്നത് വ്യത്യസ്തമായ ഒരവസ്ഥ. സമൃദ്ധി, സമാധാനം, സന്തോഷപ്രദമായ വാർദ്ധക്യകാല എല്ലാ മനുഷ്യരും ഒന്നാണ്. ജീവിതത്തിന്റെ നിലകാലങ്ങളിൽ പെട്ടുവളർത്തിയ മക്കളുടെ നിലം വേണ്ടി മാത്രം വിജയിച്ച് അവരുടെ ഭൂതവും ഭാവിയും വർത്തമാനകാലത്തിലും സുരക്ഷിതമാക്കുന്ന ഓരോ നേതാവും ആഗ്രഹിക്കുന്നത് വാർദ്ധക്യത്തിൽ ഈ അരിവ് സന്താനങ്ങളുടെ സ്നേഹവസ്തുതമായ അവരുടെ കരവരയിൽ തങ്ങളുടെ ശിക്ഷീതം സുരക്ഷിതമായി ആത്മീയരുടെ മുഖംമൂടിയുടെ കാലഘട്ടത്തിൽ പരീക്ഷയ്ക്ക് മക്കളിൽ നിന്നും ചെറിയ വിശ്വാസം സദനത്തിലേക്ക് അവരെ ഈ അവസ്ഥയിൽ വാർദ്ധക്യം ഒരു ശവമായി മറിയോ ദുഃഖിച്ച് ചെറുക്കനെ മക്കളിൽ നിന്ന് നിഷ്കളങ്കയും വിശ്വാസങ്ങളും സ്നേഹനിധേയമായ രക്ഷിതാക്കളുടെ ജീവിതം പോയി സ്നേഹതയും നമുക്ക് കൊണ്ടുപോയാൽ നിങ്ങളെയും സ്വാഗതം ഈ നാടകത്തിൽ സ്നേഹം അനുഗ്രഹങ്ങൾ നിയന്ത്രണം നാടകങ്ങൾ നാടകം അറിയിക്കും സ്നേഹം അവരുമായി ഇപ്പോഴത്തെ സൗകര്യമായി നൽകുന്ന ധനാലയമാണ് സ്നേഹം. ഇതിന്റെ മുഖ്യ കാര്യദർശിയാണ് കർമ്മോദരനായ ശ്രീമാൻ വിശ്വനാഥൻ. അകാലത്തിൽ ബന്ധപ്പെട്ട ഇതിലെ ഭാര്യയുടെ ഓർമ്മയാണ് ഈ സ്ഥാപനം നടത്തിയത്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ റാണിമൂർ ഇവിടെ അന്തേവാസികളെ
ഭരണപരമായ കാര്യങ്ങളിൽ വിശ്വാസത്തെ സഹായിച്ചു കഴിഞ്ഞു. നിഷ്കളങ്കനായ മിസ്റ്റർ ഗോപാൽ ഈ സ്ഥാപനത്തെ നിർവഹിച്ചു. ബംഗാളിയായ ഈ അവിടുത്തെ സഹായിക്കും സഹായിമാനായി അവരുടെ മക്കളെ വീട്ടിൽ ഇവിടുത്തെ അന്തേവാസികളായി പെരുന്നാളായി കഴിയുകയും ശ്രീമതി ഒരു ഒരുപാട് ജീവപര്യന്തം ശിക്ഷകളിൽ പുറത്തിറങ്ങി മറ്റാരും ആശ്രയിക്കാതെ വന്നപ്പോൾ അതേപോലെ സ്ഥിരം ഡോക്ടറാണ് ജനകീയനായ ഡോക്ടർ വർഗീസ്. അദ്ദേഹത്തിന്റെ ഏക മകൻ ഡോക്ടർ ദേവി വിദേശത്ത് ജോലി ചെയ്തു. ഇവരുടെയൊക്കെ ജീവിത കഥയാണ് സ്നേഹകഥയും. അനുഗ്രഹനായി ഇങ്ങനെ കൂടി അടുത്ത വരുന്ന നാടകം ആരംഭിക്കുന്നു. സ്നേഹകഥയും
ആരെന്നറിയാമോ? കിണ്ടിയം പിന്നെ ഒരു ലെറ്റർ കൊണ്ട് 2 അഡ്രസ് കൊടുത്താൽ ഞാൻ കണ്ടിട്ടു. പക്ഷേ കിണ്ടിയം അങ്ങനെ ഒരാളില്ലല്ലോ. അപ്പൊ ലെറ്റർ കൊടുത്തിട്ടായി അതെങ്ങനെ? അത് ഞാനൊന്നാണ്. അല്ല എന്നെ വിളിച്ചെന്തിനാണ്? ഓ ഇന്ന ഡോക്ടർ വർഗീസ് വരുന്ന ദിവസമല്ലേ? ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി പോകാനേട്ടാ. ഓ എന്ത് പറയാനാ കുഞ്ഞെ? എത്ര പറഞ്ഞാലും അവിടെ തലേ എത്ര പേര് ക്ലീൻ ചെയ്യുന്നു? ഇപ്പൊ ശരിയാക്കില്ല. ഇന്ദിരാമ കിണ്ടിരമ അല്ല. ഭീമ ഭീമസേന അമ്മ നിന്റെ അമ്മച്ചെ കണ്ടിട്ടു കാമ്പിക്കൂടൊക്കെ बेटा इसका पीछे बहुत बड़ा कहानी वो रही बेटा कथा है कथा कथा മലയാളത്തിൽ പറ കഥ. ये पाना है ना मैं मोटा था ताकत वाला मोटे छड़ा ताड़ी 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 ഓ ഭീമസേന എന്നിട്ട് ये कोरोना है ना 4 साल पहले का कोरोना പറഞ്ഞേ बेटा कोरोना बीमार है ना കൊറോണ. हाँ वही ഭീമ കൊറോണ നമുക്ക് 5 കൊല്ലല്ലേ? ये बेटा ये कोरोना बीमार आया ना तो मैं ऐसा पतला हो गया. അയ്യോടാ ഇടാ കൊറോണ 5 കൊല്ലം കൊണ്ട് ഭീമസേന പോയിരുന്ന ഒറ്റനെ കമ്പിയാണ് താല്പര്യം. അതിരിക്കട്ടെ നിന്റെ പേര് വൃത്തിയാക്കാൻ പറഞ്ഞായിരുന്നു. ഈ കഥയെ കളയാൻ കിടപ്പുവേണ്ട. ഒന്ന് അങ്ങോട്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. അല്ല ഞാൻ ഇതൊക്കെ ആരുടെ പറയാനാ? പൊട്ടന്റെ ചങ്കുതിക്ക് വല്ല കാര്യമുണ്ട? എടാ പൊട്ട ഇതൊക്കെ ക്ലീൻ ചെയ്തതായി നിങ്ങളൊക്കെ ചെയ്യാനോ ചേട്ടാ? ഞാനേ ബാഹർ വലയടിച്ച് സാക്കിയ നീർക്കോലി നീ എവിടേക്ക് പോണ്? ഞാൻ ആരാന്നറിയാമോ? ഞാനൊരു സൂപ്പർവൈസറാ. സൂപ്പർവൈസർ പേര് തോപ്പാലെ മനസ്സിലായോ? നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നോണ്ട് നോക്കാൻ ആ വിശ്വനാഥ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ നാളെ തന്നെ ബംഗാളോട് ട്രാൻസ്ഫർ ചെയ്യും. ബംഗാളോട് കയറ്റി വിടുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരണയോടെന്നാ നിനക്ക് കൊള്ളാം. മനസ്സിലായ? എനിക്ക് നിങ്ങളുടെ നടന്ന് മടുത്തു. നിനക്ക് മടുക്കും. ഞാൻ നിന്റെ മുമ്പേ നമുക്ക് എനിക്ക് മടുക്കുന്നില്ല. മര്യാദയ്ക്ക് ജോലി ചെയ്തോ. എന്നിട്ട് തോട്ടത്തിൽ പോയി വെള്ളം അടിക്കണം. അയ്യാ ചേട്ടാ ഞാൻ വെള്ളം അടിക്കില്ല ചേട്ടാ. അയ്യാ ചേട്ടാ നീ വെള്ളം അടിക്കല്ല. വെള്ളം ഒഴിക്കണം, നനയിടണമെന്ന് മനസ്സിലായ? അത് കഴിഞ്ഞ് കിച്ചണിൽ പോയി കിടക്കണം. അടുക്കളയിൽ അടുക്കള कल नया लेडी आया ना बुद्धू लेडी ये കൊണ്ടുവന്ന വിശ്വനാഥൻ സാർ. ഞാൻ അറിയാത്ത പുതിയ അപ്പമില്ല. പുതു ലേഡിയ ഭീമ നീ പോയി അപ്പൊ പുതു ലേഡിക്ക് വരാൻ പറ. ഗോപാലൻ സാർ വിളിക്കുന്നു പറഞ്ഞാൽ മതി. ബാക്കി കഴിഞ്ഞാൽ പോയിക്കോ. വിത്ത് വിതയ്ക്കുമ്പോഴേ വളം വിട്ടില്ലെങ്കിൽ ശരിയാകും. എന്നാണ് ആരായിരിക്കും ഞാൻ അറിയാത്ത ഒരു പുതു ലേഡി? ഭീമസേന ഒന്ന് ചെയ്യണം. നീ കൊണ്ടുപോവാ. ആരാ എന്നോട് വരാൻ പറഞ്ഞത്? ഞാനാ വരാൻ പറഞ്ഞത്. എന്താ പേര് പറഞ്ഞത്? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഭയങ്കര തമാശ. അതാ ചോദിച്ചത് എന്താ പേരെന്ന്. ഏലിയാമ്മ. എലിയമ്മേ എലിയമ്മ ആയാലും കൊള്ളാം, പൂച്ചമ്മ ആയാലും കൊള്ളാം. ഞാനാരാമ? എനിക്കറിയില്ല. ഞാനൊരു സൂപ്പർവൈസറാ. പേര് ഗോപാലൻ. ഞാൻ പറയുന്നത് ഏത് അനുസരണയോടും ചിട്ടയോടും വൃത്തിയോടും ജോലികളൊക്കെ ചെയ്തോളൂ. അനുസരണയൊക്കെ കാണിച്ചാൽ അപ്പഴി സ്ഥലം കാര്യമായിട്ട്. പാചകക്കാരൊക്കെ വേണമെന്ന് നോക്കുന്നതേ ഞാനാ. അല്ല അതിരിക്കട്ടെ, ആരാ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്?
ഇതൊക്കെ തരാൻ അറിയാലേ ഗോപാലുള്ളതാ, മനസ്സിലായോ? പാവമല്ലേ, ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുന്നതല്ലേ. മരിച്ചുപോയ അപ്പൂപ്പനെ അമ്മ മനസ്സിലാണിച്ച് ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ. ഹലോ, ഒരു കാര്യം പറയും. എന്താ? പിന്നെ പ്രാർത്ഥനാ സമയങ്ങളിൽ കൃത്യമായി ഹാളി ഹാജരാവണം കേട്ടോ. अच्छा है दादा, अच्छा है दादा। इधर क्या काम हो गया? सब काम हो गया, दूसरा काम है। हाँ, നിനക്ക് ഇനി കാമുണ്ടാ. നീ പച്ചക്കറി തോട്ടത്തിൽ പോയി ഇവിടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ചോട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് ഞാനും വന്നോളാം. ചെല്ലേ बेटा, एक काम अकेला नहीं होता है, ഓ തുടങ്ങി ഒറ്റയ്ക്ക് പട്ടാത്. പട്ടും പട്ടും ഞാൻ വരാം. നിങ്ങൾ വരണം. പട്ടിക്കല ഇങ്ങനെയുണ്ട് ഒരു ബംഗാളി ഭീമ ബാനർജി. ഇവൻ ഈ മമതാ ബാനർജി രാജ്യമായിരിക്കും. ഏതായാലും ഇവനൊക്കെ വിരട്ടി നിർത്തിയാലേ പണിയെടുക്കാൻ പറ്റും. എന്നെ കൂടെ പേരുന്ന പോണ്ട്. അല്ലെ സാർ? ഇല്ല സാർ, പോയിട്ടില്ല. ഞാൻ പോകാൻ പോവാ. വേണമെങ്കിൽ 5 മിനിറ്റ് പോവാം. അല്ല, പോയി 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 നമസ്കാരം. ഈ ഫോട്ടോയിൽ നോക്കി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നും നെടുവേർപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ല, ഇതിലെ മക്കൾ ആരെങ്കിലും വല്ലപ്പോഴെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവരെ ഓർത്തിങ്ങനെ ദുഃഖിച്ചിരുന്നാലേ നിങ്ങൾ ആരോഗ്യം നശിക്കുമെന്ന് മാത്രം. കമലമ്മേ, എല്ലാം മറന്ന് ജീവിതം നമുക്കായി മാറ്റിവെച്ച് സന്തോഷിക്കൂ. വിഷമിക്കണ്ട. അകത്ത് നിന്ന് മറ്റുള്ള കൂട്ടുകൊടു. ചെല്ലേ. ശരി സർ. സർ, ഈ പൂക്കൾ മേശപ്പുറത്തുള്ള ഫ്ലവേഴ്സിൽ വെക്കാനുള്ളതല്ലേ? ഇതൊന്നും ഞാൻ അറിയിച്ചേ. അത് നല്ല കാര്യം. എനിക്ക് ആ പച്ചക്കറി തോട്ടത്തിൽ പോകുകയും വേണം. നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ മികവ് ഞാൻ അവിടെ കാണുന്നുമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ഗോപാലനുള്ളതാ. അയാൾ എത്ര ഉത്സാഹത്തോടെയാണ് എല്ലാവരെയും ഒരുമിപ്പിച്ച് ജോലി ചെയ്യിക്കുന്നത്. ചിരിച്ചും ചിരിപ്പിച്ചും അയാൾ സമ്മതിച്ചേ പറ്റും. അവൻ അങ്ങനെയാ. കുട്ടിക്കാലത്ത് അവൻ എന്നോട് കൂടിയതാ. ഇന്ന് വരെ അവനോട് കയർത്ത് വർത്തമാനം പറയാൻ എനിക്ക് വന്നിട്ടില്ല. ഇല്ല, അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. അവനെ ഇവിടുത്തെ ജോലിക്കാരനായിട്ടില്ല, എന്റെ സ്വന്തം സഹോദരനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമസ്കാരം. അവനെ കണ്ടിട്ട് 2-3 ദിവസമായിരുന്നു. വല്ല യാത്രയും പോയിരുന്നോ? അതെ, ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നു. അവിടെ കുറച്ച് വസ്തുക്കളുടെ വിപണിയുമായി ബന്ധപ്പെട്ടാ പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. ചിലപ്പോ ഇനിയും പോകേണ്ടി വരും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറെ നാളായെങ്കിലും സാറിന്റെ വീട് എവിടെയാണെന്നോ ബന്ധുക്കളെ കുറിച്ചോ ഒന്നും അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ബന്ധുക്കളൊക്കെ ഇവിടുത്തെ താമസക്കാരായ നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും അതാണ് എന്റെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾ. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ഡോക്ടർ വർഗീസ് കുര്യൻ വരും. നോട്ടീസ് ബോർഡ് ഇടാൻ ഞാൻ റാണിമോട്ടോ പറഞ്ഞിട്ടുണ്ട്.
ഓർത്തപ്പം പറഞ്ഞതാ. അപ്പോഴേ ഇതിങ്ങനെ മതിയൊന്ന് നോക്കിക്കേ. എന്താ ആലോചിക്കുന്നു? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ മക്കളാരെങ്കിലും എന്തെങ്കിലും പിടിച്ചിരുന്നോ? ഞാനും അതോടൊപ്പം തന്നെ പത്രം വായിക്കുന്നൊന്നേ ഉണ്ടായിരുന്നു. എത്ര നാളായിരുന്നു അവരുടെ ശബ്ദം എനിക്ക് തോന്നിയിട്ട്. ഇന്ന് തന്റെ ജന്മനാളായിട്ട് അവരാരെങ്കിലും ഒന്ന് വിളിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലല്ലോ. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായില്ലേ? എന്നാലും അവരുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാം. പണ്ടൊക്കെ അവർക്ക് നമ്മുടെ ശബ്ദം കേൾക്കാതെ അവർക്ക് പോലും വരില്ല. പക്ഷേ ഇപ്പോ നമ്മുടെ ശബ്ദം കേൾക്കുന്നത് പോലും അവർക്ക് അരോചകമായി തോന്നുന്നുണ്ടല്ലോ. ഒന്ന് വിളിക്കുക പോലും ചെയ്യാം. ഒരു പക്ഷേ അവർക്ക് നമ്മെ വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എന്നേക്കുമായി അവർ നമ്മളെ മറന്നിരിക്കാം. നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അവർക്ക് നമ്മെ മറക്കാൻ കാണുമായിരിക്കുമല്ലോ. കാണുമായിരിക്കും. നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതാണോ ഇങ്ങനെ ഇവിടെ അന്തരീക്ഷത്തിൽ കഴിയേണ്ടി വരുമെന്ന്? നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ. വിശ്വനാഥൻ സാർ ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ഇതൊന്നും ആലോചിക്കാതിരിക്കാൻ. വിശ്വനാഥൻ സാർ പറഞ്ഞതാണ് ശരി. മറക്കേണ്ട കാര്യങ്ങൾ മറക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ മറന്നു. മറ്റ് അന്തേവാസികളുടെ കഥകൾ നോക്കുമ്പോ നമ്മുടെ ദുഃഖത്തിന് വലിയ കാഠിന്യമില്ലാന്ന് തോന്നിയിട്ടില്ലല്ലോ. ശരിയാണ്. മറക്കണമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് അറിയാതെ കടന്നു. മറ്റുള്ളവരെ കഥകൾ കേൾക്കുമ്പോ നമുക്ക് വലിയ ദുഃഖമൊന്നും ഇല്ലടോ. ശരിയാണ്. നമ്മളെന്താ കൂട്ടാൻ വേണ്ടി ഇണക്കിളികൾ രണ്ടുകൂടെ പൊക്കെ കൊടുത്ത് കളിക്കുകയാണ്. ചേട്ടത്തി രണ്ട് ഹാരം കളിക്കുന്നതായി കളിക്കേ. ഇങ്ങനെ ഹാരം എടുത്ത് പൊക്കെ കൊടുത്ത് കളിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. ഇന്ന് നമ്മുടെ വർഗീസാറിന്റെ ലോകമാണ്. എല്ലാവരെയും അറിയിക്കണം. വിശ്വാസം ഭയങ്കര ഇതെടുക്കാൻ വേണ്ടി വർഗീസാറ് വരുന്ന ഇവരെ വിശ്വനാഥ സാർ ഞങ്ങൾ നേരത്തെ അറിഞ്ഞല്ലേ? അല്ല ഈ പെട്ടിയിലൊരു എന്തോആണ് അത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതൊരു സർപ്രൈസാണ്. അങ്ങനെ പറയാല്ലേ? അല്ല ഞാനിങ്ങനെ ഓടുന്നത് എപ്പോഴായാലും നിങ്ങൾ കാണുന്നതല്ലേ? കണ്ടാൽ മാത്രം പോരാ, കഴിക്കുന്ന ചേട്ടന്റെ വയ്യാത്ത കാണുന്ന മാറ്റി വെച്ചിട്ട് കുതിര പോണപ്പോഴേക്ക് പോകാനുള്ള വിറ്റാമിൻ കുടികളും മരുന്ന് തരുവാ. ഇതിനകം വർഗീസാർ വരുമ്പോ അതെടുത്ത് തരും. ഇതെടുക്കാനാണ് ഞാൻ പോയത്. എന്നല്ല ചെറുതിയാ ചെറുതി എളുപ്പത്തില്ല. അല്ലെങ്കിൽ നമ്മളെ ഉച്ചപ്പെട്ട തട്ടിയായിരിക്കും. ഇതൊന്ന് പിടിച്ചേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വാസം ചെയ്തില്ല. ചെറുപ്പത്തിൽ ചേട്ടത്തി കണ്ട സിനിമാണിക്ക് ഓ വർഗീസ് സാർ എപ്പോഴും
സമയം കൃത്യമായി പറയാൻ പറ്റില്ല. വരും, വന്നിരിക്കും, അത് കാണിച്ചു. അത് പിന്നെ നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ വർഗീസ് സാറിന്റെ കാര്യം, ആ വിനയം, ആ സ്നേഹം സാറിന് സമ്മതിച്ചേ പറ്റൂ. ചേട്ടാ, അത് പിന്നെ നമ്മുടെ വിശ്വനാഥൻ സാറ് വർഗീസ് സാർ ഒന്നിനൊന്ന് മികച്ചവരല്ലേ. രണ്ടുപേരും പണ്ടേക്ക് കൂട്ടുകാർ. പിന്നെ ഞാൻ പോകാനുള്ള ജോലിയില്ല. ഇപ്പൊ വാസന്തിയൊക്കെ വിളിച്ചിട്ട് ചേട്ടൻ പോയത്. ഞാൻ പുറത്തു പോയിട്ട് വന്ന കാര്യം നമ്മുടെ പുതിയ കുശിയാക്കി. അത് കുശിനി ആ ചേട്ടത് ഏത് ലോകത്താ ചേട്ടാ? കുശിനി എന്ന് പറഞ്ഞാൽ പാചകക്കായി പുതിയ ആളാ. 2 ദിവസമേ ആയിട്ട് വന്നിട്ട്. എവിടുത്തെ എന്തിനാ എവിടുത്തെ കാര്യം എന്താണെന്ന് വിശദമായിട്ട് അറിയാൻ പറ്റില്ല. ഇനി റാണിക്കുഞ്ഞിന് അഞ്ചോട്ടി ചോദിച്ചിട്ടുള്ള അവർക്ക് മനസ്സിലായി. അല്ല, ഞാൻ ഈ മണ്ണ് പോട്ടെ ഭൂമി കൊണ്ട് വെക്കണോ റാണിക്കുഞ്ഞിനെ വെക്കണോ? ഇഷ്ടം പോലെ. അല്ല, റാണിക്കുഞ്ഞിനെ ഏൽപ്പിച്ചാലല്ലേ കുശിയെ കാര്യങ്ങൾ ചോദിച്ചെന്നോ പറഞ്ഞോളൂ. ആ എന്നിട്ട് പറഞ്ഞു ചേട്ടാ. അയ്യോ ചേട്ടാ, ഇതെങ്ങാനും അമ്മ മതി. ആ റാണിക്കുഞ്ഞ് നിന്ന് കളിക്കട്ടാ. ചേട്ടൻ തമാശയാണ്. ചേട്ടാ, ഒരു വേസ്റ്റ് വീഴാൻ കേട്ടാ മതി. ഈ ഗോപാലിന്റെ നിങ്ങളുടെ വെടിക്കെട്ടാക്കി എല്ലാം അകത്തെ കേസ് ഓക്കെ. ഞാൻ അദ്ദേഹത്തിന് മുകളിൽ വെക്കാൻ അവിടെയും ഫ്രിഡ്ജിൽ വെക്കാൻ അവിടെയും വെക്കാം. ഓക്കെ സാർ. റാണി മൂളെ വന്നിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. ഇല്ലാലോ അല്ലേ? ഈ ബ്ലോക്കിനെ കണ്ടോണ്ടിരിക്കാം. പിന്നെ ഇന്നലെ ആശ്വാസം. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല പപ്പ, പുറത്തെ പണിയിറങ്ങിയപ്പോ കാലം തെറ്റിയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. ഉദിക്കണം കേട്ടാ. പള്ളിക്കാരനും ആവലാണെങ്കിൽ എന്താ പപ്പ വരാൻ പറഞ്ഞു? മറ്റൊന്നുമല്ല, ഇവിടെ പുതിയ പാചകക്കാരിയുണ്ടല്ലോ, നമുക്ക് അവിടെ ഇഷ്ടമായോ? പാവമാ, മറ്റാരുമില്ല. മോള് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടാ. ഇവിടുത്തെ ജോലിക്കാരിയായിട്ടല്ല, നമ്മളിൽ ഒരാളായി മാത്രമേ കണ്ടാൽ മതി. പക്ഷേ അവരെല്ലാവർക്കും പേടിയാവും. ജീവപര്യന്തം തടസ്സം കഴിഞ്ഞു വന്നോ കൊലകുറ്റമായതൊക്കെ ചിലർക്ക് എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? മോള് വല്ലതും ആരോടെങ്കിലും? ഇല്ല പപ്പ, ഞാനങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അവരെ കാണുമ്പോ എല്ലാവരും പായ പോലെ മാറണം. അത് കണ്ടാൽ ചിരി വരും. എന്നെ വലിയ ഇഷ്ടമാ. ചിലപ്പോഴൊക്കെ കണ്ണു ചിമ്മാതെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നതാണ്. അവസരം ഒത്തു വരുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കാൻ സമയത്ത് ഞാൻ അവരെ പറ്റി പറയാം. ഇന്ന് ഡോക്ടർ വർഗീസ് വരുന്ന ദിവസമല്ലേ? എല്ലാവരെയും ആളുകൾ വരാൻ ആളെ വരുന്നവരെല്ലാം പ്രോപ്പറായി അറേഞ്ച് ചെയ്യുക. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളെ. എനിക്ക് ആ പമ്പ് കൊടുത്ത സമയം വേണ്ടേ. എല്ലാത്തിനും ഗോപാലൻ തന്നെ വേണം. ശരിയാ. അതിരിക്കട്ടെ ഗോപാലട്ടാ, ഗോപാലൻ കിച്ചടി കണ്ടില്ല. ആ ഏരിയ ചേർത്തി ഭയങ്കരമായിരിക്കും. പിന്നെ ഞാനിങ്ങനെ അവരെ പേടിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ കാര്യത്തിന് ഓടി നടക്കുന്നത് കുഞ്ഞി കാണുന്നല്ലേ. ഇപ്പൊ തന്നെ കേട്ടില്ലേ സാറ് പറഞ്ഞിട്ട് സാറ് കുഞ്ഞെ കുറച്ച് ന്യൂസ് പേപ്പർ സാറ് വെച്ചേക്കണേ. സാറ് പറഞ്ഞിട്ട് പോയ കുഞ്ഞി കേട്ടതല്ലേ. അതിനുശേഷം ഗോപാലൻ പറഞ്ഞതേ, ഗോപാല എല്ലാവരെയും കാലിൽ പേപ്പർ എടുത്തോ. ഞാനേ അപ്പുറത്തെ ഷെഡ് വരെ പോയില്ല. നമ്മുടെ വർഗീസ് സാറിന്റെ പറമ്പിൽ ഭീമസേനാണ് തേങ്ങ ഇറക്കിയിരുന്നത്. അവനെ മലയാളത്തിൽ എണ്ണ അറിഞ്ഞു പറഞ്ഞ് ഞാൻ പോയി നോക്കിയില്ലേ. ആ താഴെ നമ്മളെ പുതിയ കുശിനില്ലേ, ഇതൊരു എരിയ കുറിച്ച് പറയില്ല. അവര് തന്നെ ഞാൻ ശരിക്കും വേണ്ടി വിട്ടിട്ടുണ്ട്. തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളെ പിടിവിട്ട് പോകും. ശരിക്കും പേടിച്ചാ പോയിരിക്കുന്നത്.
ഗോപാലന് അവരെ കുറിച്ച് ശരിക്കും അറിയോ? അവരെ ജീവപര്യന്തം തടവ് ശിക്ഷ കഴിഞ്ഞ് വന്നതാ. ഗോപാലനെ പേടിപ്പിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ? സത്യം. ഒരാളെ മരകൃഷ്ണൻ കൊണ്ട് തലക്കടിച്ചു വന്നു. എന്റെ മുത്തുമാരി അമ്മച്ചി, ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ സാക്ഷി പോകില്ലായിരുന്നു. ഗോപാലന് പേടിക്കണ്ട, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചുപോയെന്നാ പറഞ്ഞു. പക്ഷെ എന്നെ വലിയ ഇഷ്ടമാ പാവം. എന്റെ ശിവനെ, ഇനി നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ ഈ എന്റെ തല പോയതില്ല. ആ ഭീമസേന ആളാൻ പറഞ്ഞു പോയതാ. ഇനിയിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടാവുമ്പോ കുഞ്ഞ ഏലിയമ്മ ചെറുക്കിയാ വിളിക്കുന്നത്. എന്തിനെന്ന് അറിഞ്ഞൂടാ. എന്റെ കാര്യം പറയട്ടെ. ചേട്ടത്തി ഇന്ന് വരോ? അയ്യോ കുഞ്ഞെ, ഇങ്ങോട്ട് വിളിക്കുന്നത് അങ്ങോട്ടില്ലേ? കൊച്ചിങ്ങോട്ട് വരാം. കൊള്ളാം. ചുമ്മാതാണോ ചേട്ടത്തി കണ്ടപ്പോ എല്ലാരും പായ പോലെ പറഞ്ഞത്?